തലയിൽ ഇത്ര എണ്ണ ഇടലേ നമ്മമ്മ എടുത്ത് പറയണം കേട്ടാ. എണ്ണ പാടുവാണല്ലോ അതിലൊക്കെ നോക്ക്, ജട കൂടിയൊക്കെ നോക്ക്. ഞാൻ നോക്കിയിരുന്നപ്പോ ഒരു കുഴപ്പമില്ലാത്ത മുടിയായിരുന്നു. കണ്ടാ? ഓക്കെ, ഇപ്പൊ പുറത്തു വരണില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിക്ക് മുടി ഇങ്ങനെ ചീവി കൊടുക്കണം, അല്ലെങ്കിൽ നിറയെ ജട കൂടി ഇങ്ങനെ മുടി പൊട്ടി പൊട്ടി വരും. കണ്ടാ? കണ്ടാ? ഇവിടെ അമ്മൂമ്മ എന്റെ കാര്യം നേരിച്ചു നോക്കുന്നൊന്നുമില്ലേ? അമ്മൂമ്മയുടെ എന്റെ കാര്യം നോക്കാൻ പറയല്ലേ, പിന്നെ എന്റെ കട്ടപ്പുക. ആருக்கு മുടി இப்படி ചീകിനാലേ ரொம்ப അഴകാ இருக்கு. അതെല്ലാരും പറയും. എന്തോന്ന് ഞാൻ ഭയങ്കര സുന്ദരിയാണ്. എന്റെ അമ്മോ, എന്റെ പൊന്നളിയാ, ഇതാണ് മറക്കെ കാര്യം. ഓരോരുത്തന്മാരും ഓരോ വിറ്റ് കേസിട്ടാണ്. എവന്റെ ഒക്കെ കൂടെ ഒരുമിച്ച് ടൂർ വല്ലതും പോയാലുണ്ടല്ലോ തള്ളേ. പക്ഷെ അമ്മാരെല്ലാം അടിപൊളി പീപ്പിൾ ആട്ടാ. അത് പിന്നെ സ്വാഭാവികം, ആരുടെ കൂട്ടുകാര് നമ്മുടെ അല്ലേ. എന്താണ് അളിയനോട് ചിരിച്ചങ്ങ് തള്ളുവാണല്ലോ. അയ്യോ എന്റെ മോളെ ഒന്നും പറയണ്ട, ഇവന്റെ കമ്പനിക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുവായിരുന്നു. അപ്പൊ കൊറേ ചിരിക്കാൻ കാണും. എന്താ അല്ല നിന്റെ എല്ലാ കമ്പനിക്കാര്. അനാന്റെ എന്താണ് സ്പെഷ്യല്? இன்னைக்கு தோசை சாம்பார். തോക്കാറില്ലേ ഇത്? நேத்தைக்கு கூட சரியாக்கினேன்டா. ഇതാര് ഷിബു റോക്സാ? കുറെ നാളായിട്ട് ഈ വഴിക്കൊന്നും കാണാറില്ലായിരുന്നല്ലോ, എവിടെ ആയിരുന്നു? അതെ, ഞാൻ ഇപ്പൊ ഈ വഴിക്കൊന്നും വരാറില്ല, കുറച്ച് തിരക്കാ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേച്ചി വരുന്ന എങ്ങനെങ്കിലും ഒക്കെ അറിയല്ലേ. അല്ല എന്താരും ഇരിക്കാൻ പറയാത്തെ? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. വീട്ടിൽ കയറി ഒന്നെടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഇവിടെ നമ്മളൊക്കെ ഒത്തിരി മാറി തുടങ്ങി. ഞാനും മാറി തുടങ്ങി. അല്ല കനാൻഡ് ഇപ്പൊ ജ്യൂസും നാരങ്ങളൊന്നും ഇല്ലേ? നാരങ്ങ ഉള്ളതിന് നാരങ്ങയില്ല, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് ഇല്ല. പച്ചവെള്ളം മതിയെങ്കിൽ ആന്റി എടുത്തോണ്ട് വരും. മതിയാ ആന്റി? ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞ വഴിക്ക് ജ്യൂസ് കുടിച്ചിട്ട് വന്നേ. ജ്യൂസാ? നീ റിച്ചായ? എനിക്ക് നിന്ന് സമയം കളയാനില്ല, എനിക്ക് വേഗം പോണം. അതിന് നമ്മളാരും പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ. പോണ്ടപ്പോ പൊക്കോ. നല്ല തമാശ, കൊള്ളാം. അയ്യോ തമാശയല്ല, കാര്യമായിട്ടും പൊക്കോ. ശിവേ എന്താണ് ഭയങ്കര ജാടയിലാണല്ലോ. ഇത് ജാടയൊന്നുമല്ല, എനിക്ക് രണ്ടിലൊന്നും അറിയണം, അതിനുവേണ്ടിട്ടാ വന്നത്. മനസ്സിലായില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല, തള്ളിക്കളയാനും കഴിയുന്നില്ല. ശിവയുടെ അവസ്ഥയും അത് തന്നെ. എന്റെ അവസ്ഥയെ നിനക്ക് എന്താടാ? രാവിലെ വല്ല ജോലി പോയി ചെയ്യാൻ നോക്കൂ. അവസ്ഥ നോക്കാൻ നടക്കുന്നു. എനിക്കൊരു പേടിയില്ല, ഞാൻ ഈ കാര്യം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. മോനെ എന്താ നിന്റെ പ്രശ്നം? ഈ കുരിപ്പ് ഇപ്പൊ എവിടെന്നാ പൊട്ടി മുളച്ചേ? എനിക്കറിയാൻ പാടില്ല, എവിടെന്നെങ്ങാണ്ട് വലിഞ്ഞു കയറി വന്നിട്ട് എന്നാലൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്താടാ നിനക്ക് വേണ്ടത്? ശിവ നീ നിർത്ത്. നിർത്താനോ? വീട്ടിൽ കയറി വന്നിട്ട് നിർത്താൻ പറഞ്ഞ നീയാരടാ? മര്യാദക്ക് വല്ല വെള്ളം മേടിച്ചു കുടിച്ച് ഇറങ്ങി പോകാൻ നോക്കി. അതെ അളിയ, അങ്ങനെ ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടിട്ടല്ല ഇവിടെ വന്നത്. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം. എന്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ എന്നേ ഉണ്ടാക്കിയാണ്. ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വായിച്ചിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ മനസ്സിൽ എവിടോ നിനക്ക് വേണ്ടി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ തള്ളിക്കളയാനും പറ്റുന്നില്ല, സ്വീകരിക്കാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നിങ്ങളൊക്കെ വിട്ട് പോകാനും പറ്റുന്നില്ല. വേണമെങ്കിൽ അമ്മൂമ്മ ചോദിച്ചു നോക്ക്, അമ്മൂമ്മക്ക് എന്നെ വലിയ ഇഷ്ടമാ അല്ലേ അമ്മൂമ്മ? അമ്മൂമ്മക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അത് നീ ആയിട്ട് കളയരുത്. ആ കളയരുത്, അത് ശക്തമാക്കണം. അത് ശക്തമാക്കണമെങ്കിൽ ഇപ്പൊ അളിയനെ പോലെ ഞാനും ഈ വീട്ടിലൊരു അംഗമാവണം. അംഗമാവണമെങ്കിൽ നിങ്ങളൊക്കെ മനസ്സ് വയ്ക്കണം. ശിവാനി എന്നും എൻ്റെ കൂടെ സേഫ് ആയിരിക്കും. മതി. അവളെ മോനെ ശിവുവേ ഇറങ്ങടാ. ദേഹത്തോടല് ഉള്ള കാര്യം ഞാൻ പറയാം, ദേഹത്തോടെ സംസാരിക്കും. എന്നാ ശരി, നീ ഇറങ്ങ്.
ഇറങ്ങടാ ഇല്ല പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇറങ്ങടാ പറ്റൂലെന്നല്ലേ പറയണ. വീട്ടിൽ നിന്ന് ഇറങ്ങടാ. കേശു അറിയാല, ഷിബു റോക്സ് ആണ്. അളിയ ഷിബു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവില്ല, പറ്റത്തില്ല. ശരിയെടാ. ഡാ, ഇല്ല, ഡാ, ഡാ. ഡേയ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ മേലെ നീ ഈ കാര്യം പറഞ്ഞോണ്ട് ഈ വീടിന്റെ പണി താണ്ടിയ. നിങ്ങൾ എല്ലാരും ഒരു കാര്യം ആലോചിച്ചോ, ഒരു മൂർഖം പാവിനെ തല്ലി നോവിച്ചു വിട്ടത്.